വീണ്ടും മാർക്കോയെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. മാർക്കോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പുതിയ വിശേഷം നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു വാർത്തയാണ്. ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്. ഈ ചാനലിലൂടെ ഇത് പറയണമെന്ന് തോന്നുകയാണ്. ഉണ്ണിമുകുന്ദൻ എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം 2024 മികച്ചൊരു വർഷമായി മാറുന്ന കാഴ്ചയാണ്. ആദ്യ നാളുകളിൽ അദ്ദേഹത്തിന്റെ ജയ് ഗണേഷ് എന്ന ചിത്രം വീണപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടു. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു എന്റർടൈൻമെന്റ് പെർഫോമർ എന്ന നിലയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു മികച്ച ഒരു എന്റർടൈനർ വാല്യൂ ഉള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അതെ, മാർക്കോയിൽ അത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. മാർക്കോ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കൊറിയയിൽ ചിത്രം റിലീസിനെത്തുകയാണ്. അതെ, വരുന്ന ഏപ്രിലിൽ ചിത്രം അവിടെ പ്രദർശനത്തിനെത്തും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാഹുബലിക്ക് പോലും സാധിക്കാത്ത ഒരുപാട് നേട്ടങ്ങളാണ് ഈ മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഈ ഹനീഫ് അദേനിയും ഷെരീഫ് മുഹമ്മദും അടങ്ങുന്ന ആ ഒരു കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ എന്ന ഈ ചിത്രത്തിന് വലിയൊരു നേട്ടത്തിലേക്ക് നടന്നെടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. കൊറിയ എന്ന സിനിമാ മേഖലയെക്കുറിച്ച്, കൊറിയൻ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വയലൻസ് രംഗങ്ങൾ ഒരുപാട് നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കഥകളും അതുപോലെയുള്ള രംഗങ്ങളും നിറഞ്ഞ സിനിമകളാണ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങാറുള്ളത്. അത്തരത്തിലുള്ള സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇവിടെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു സിനിമ അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു അവസരം ആദ്യമായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ് മാർക്കോയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക്. അത് ഏപ്രിലിൽ ഈ ചിത്രം റിലീസാകുമ്പോൾ ഈ പറയുന്ന കളക്ഷൻ ഒന്നും ആയിരിക്കില്ല ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ടോട്ടൽ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി മാറാനുള്ള സാധ്യതകളാണ് ഈ ഒരു മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു നേട്ടം തന്നെയായിരിക്കും മാർക്കോ അവിടെ നേടിയെടുക്കുക എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ചിത്രത്തിന്റെ മേക്കിംഗ് തന്നെയാണ് ഈ ചിത്രത്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആയിരിക്കുന്നത്. ഒരു സർട്ടിഫൈഡ് സിനിമയായിട്ട് പോലും ചിത്രത്തിന് 82 കോടിയിൽ പരം കളക്ഷൻ ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നും നാളെയും കഴിഞ്ഞ ദിവസം നമുക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 100 കോടിയിലേക്ക് ചിത്രം നിഷ്പ്രയാസം നടന്നെടുക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും മലയാളത്തിലും എന്ന് വേണ്ട ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മാർക്കോയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കാത്തിരിക്കാം ഔദ്യോഗികമായിട്ടുള്ള 100 കോടിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി.